സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന PB റിപ്പോർട്ട് തള്ളുന്നു CPIM കേന്ദ്ര കമ്മിറ്റി. ന്യൂനപക്ഷ വോട്ടുകൾ അകന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കണമെന്ന് ബംഗാൾ ഘടകം. ജനവികാരം അറിഞ്ഞുള്ള തിരുത്തൽ വേണമെന്നും ആവശ്യമെങ്കിൽ പ്ലീനം വിളിക്കണമെന്നും അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാവലോകനം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കും. കഴിഞ്ഞ 3 ദിവസമായി CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ ചേരുകയായിരുന്നു. അത് കേരളത്തിലേറ്റ കനത്ത തിരിച്ചടി അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രകടനം ആണ് ചർച്ച ചെയ്തത്. ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ സ്വാഭാവികമായും നിറഞ്ഞു നിന്നത് കേരളത്തിലെ പ്രകടനം തന്നെയാണ്. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് കേരളത്തിൽ ലഭിച്ചത് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. കാരണം അതിനു മുമ്പ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പാർട്ടി ഒരു തുടർഭരണത്തിനുള്ള സാധ്യതയാണ് സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിരുന്നത്. അതേസമയം സംസ്ഥാന ഘടകം തെരഞ്ഞെടുപ്പിന് ശേഷം വെച്ച റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നുവെന്നും ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി വന്നതാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നുമുള്ള ഒരു റിപ്പോർട്ടാണ് വെച്ചത്. ഇതിനെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളിൽ അംഗങ്ങൾ തത്വത്തിൽ തള്ളുകയാണ്. കാരണം ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്രത്തോളം വലിയ തിരിച്ചടിക്ക് കാരണം എന്നുള്ള ചോദ്യമാണ് ചർച്ചകളിൽ പങ്കെടുത്ത കേരളത്തിന് പുറത്തു നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു എന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എങ്കിൽ അത് എങ്ങനെയാണ്, എന്ത് കാരണത്താലാണ് ഇത്രയും കാലം കൂടെ നിന്ന ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്നും അകന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജനവികാരം അറിഞ്ഞുള്ള തിരുത്തൽ വേണം. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ ഒപ്പം തന്നെ അവരുടെ വികാരം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ആവശ്യമെങ്കിൽ പ്ലീനം വിളിക്കണം. പാർട്ടിക്ക് സംഘടനാപരമായി എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് പ്ലീനം വിളിക്കണം. അത് താഴെത്തട്ടിൽ നടക്കുന്ന ചർച്ചകൾ, നിലവിൽ ഏരിയ കമ്മിറ്റി ചർച്ചകൾ പുരോഗമിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ കടന്ന ശേഷം പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വരുന്ന മാസം 5-ന് ചേരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തിരുത്തൽ നടപടികൾക്ക് ആവശ്യമെങ്കിൽ പ്ലീനം വിളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അത്തരത്തിലുള്ള അഭിപ്രായവും ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. തിരുത്തൽ നടപടികൾ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ വേണം എന്നുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പുനഃപരിശോധന കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സമീപനത്തിൽ വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു സമഗ്രമായ പൂർണ്ണമായ അവലോകനം പൂർത്തിയായിട്ടില്ല എന്നും താഴെത്തട്ടിലുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്തിമ റിപ്പോർട്ട് ആവുക എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ നൽകുന്ന വിവരം. അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഈ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാരുടെ വികാരം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന അന്തിമ റിപ്പോർട്ട് തയ്യാറാവുക.